ഹലോ, വെൽക്കം ടു ഐനസ് വ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ എന്താ ചെയ്യുന്നത് കണ്ടേ ബാ. അപ്പോൾ ഞാനിതേ ദോശ ചുടുകയാണ്. ദോശ ചുട്ടിട്ടുണ്ട്, ചുടുന്നുണ്ട്. അത് ദോശമാവാണ്. ഇത് ചുട്ട ദോശ. ഇതെന്താണ്? ഇത് പയർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് മഞ്ഞപ്പൊടിയും തേങ്ങയെല്ലാം ഇട്ടിട്ട് ഇതാക്കിയാണ്. ഇത് ചായക്കുള്ള വെള്ളം. പിന്നെ ഇതെന്താണ്? സാമ്പാർ. വെണ്ടയ്ക്കയാണ് ആ പൊന്തി നിൽക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് അവിടെ തീ കത്തുന്നത്? എന്താണത്? അത് ചോറാണ്. ചോറ് നമ്മൾ പുറത്ത് ചായ്പ് അല്ല, നമ്മൾ ഔട്ട് ഹൗസ്, അതിലാണ് നമ്മൾ ചോറ് വെക്കുന്നത്. ദോശ ഞാൻ കോരി എടുത്തിട്ട് ദേ പാത്രത്തിലോട്ട് ഇട്ടു. അടുത്ത ദോശക്കുള്ള ടേണാണ്. അടുത്ത ദോശ ചുടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചട്ടിയിൽ നമ്മൾ എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ട് നമ്മൾ അരിമാവ് ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് 2 പൊട്ടണം കേട്ടോ, എന്നാലേ ബാക്കിയുള്ളതെല്ലാം ഉറ്റാണ്ട് അവിടെ വീഴുള്ളൂ. എന്നിട്ട് നമ്മൾ ചട്ടിയിലോട്ട് ഇട്ടിട്ട് സൗണ്ട് കേൾക്കൂട്ടാ, ഞാൻ സൗണ്ടാക്കേണ്ട ആവശ്യമില്ല. പരത്തി എടുക്കുക, അതിലിടുക, അടപ്പ് വെച്ച് മൂടുക. കുറച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പം ദോശ റെഡി. അപ്പോൾ ഇത് ദോശയുടെ പരിപാടിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, പിന്നെ കാണാം കേട്ടോ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. കണ്ടോ, നമ്മളെ റോട്ടിൽ നിന്ന് താഴോട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. ഇവിടെ മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഒരു ചാറ്റൽ മഴ, നല്ല മഴ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ കേട്ടോ. കലപില സുഹൃത്തുക്കളെ, കലപില. കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ കലപില ഉണ്ടാവും കേട്ടോ. TV വെച്ചിട്ടുണ്ട്. ഇരുട്ടാണ്. ഇതാക്കൊണ്ടേ ഞങ്ങൾ എണീറ്റ് വിട്ടാ. ഇരുട്ട് കണ്ടില്ലേ? ഇരുട്ട് തെളിവ്. പകലെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്, രാവിലെ ഇന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യാ, അല്ലൂസിന് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ അല്ലൂസിന് പോകാൻ നല്ല മടിയുണ്ട്. അതാണ് ബ്രഷൊക്കെ എടുത്ത് വലിച്ചും കയറിയാണ്. എനിക്ക് വയ്യ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ലേറ്റായിട്ടത് ഞാനും എല്ലാം ഓടുകയാണ് കേട്ടോ, ബസ് പിടിക്കാൻ വേണ്ടിയിട്ട്. ലേറ്റായി നമ്മൾ എല്ലാം. ഒന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ചൊരു മടിയുണ്ട്. പിന്നെ റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാൻ ലേറ്റായിട്ടാണ്. അപ്പോൾ അവിടെ എത്തി പോകുന്ന വഴിക്ക് അതിലൊന്ന് വീണ് കിട്ടും. അതാണ് പറയുന്നത് നോക്കുന്നതുകൊണ്ട് ഭയങ്കര സാഡായിരുന്നു. മുപ്പത് ദേഷ്യം വന്നിട്ട് കഴിഞ്ഞില്ല. ഹലോ, അപ്പോൾ അതേ നമ്മൾ അല്ലൂസിൻ്റെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ തിരിച്ചു വന്നു. നനയും പരിപാടിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായില്ല. കുളിച്ച് വരുമ്പോഴത്തേക്കും നമ്മളുടെ സാറ് എഴുന്നേറ്റപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് സാറിനെ ഒന്ന് കണ്ടത്. അതൊക്കെ എന്തോ ഒരു സംഭവം പറഞ്ഞു വന്നതിന് ഭയങ്കര സൗണ്ട്. അപ്പോൾ സാറിനെ ഒന്ന് കുളിപ്പിക്കണം, ഒന്ന് സെറ്റാക്കണം. ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ഒരു കലിപ്പല്ല, ഇപ്പം കലിപ്പം, ദൊടുപ്പ് കലിപ്പവും. എൻ്റെ തലയിൽ തോർത്ത് കെട്ടി നോക്കുന്നുണ്ട്. അല്ല കുഞ്ഞുശേ നിക്ക് കുച്ചണ്ടേ? കുഞ്ഞുശിന് കുച്ചണ്ടേ? വേണ്ടേ? ഓ വേണ്ടേ? കുഞ്ഞുശിന് കുച്ചണ്ടേ? എടുത്തു. കുഞ്ഞുശിൻ്റെ പല്ലെടുത്ത് പല്ലെടുത്ത് ഈയൊക്കെ അങ്ങനൊരു പല്ല് വന്നു ഗൈസ്. പല്ല് കാണിച്ച പല്ല് എങ്ങനെ? ടാറ്റയാക്കുക. ടാറ്റയ്ക്ക് ടാറ്റയാക്കടാ. ടാറ്റയാക്കുന്നു. ടാറ്റയാക്കുന്നു. അതേ നമ്മൾ കുഞ്ഞൂസിന് കുളിക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുറത്താണ് സാധാരണ നമ്മൾ ഞാൻ രാവിലെ കാണിച്ചില്ലേ നമ്മുടെ ഒരു ചായ്പ്, അവിടെയാണ് നമ്മൾ സാധാരണ വെള്ളം കുളിക്കേണ്ട വെള്ളമെല്ലാം അവിടെയൊന്ന്
തീമാക്കൽ. പക്ഷേ ഇന്നിപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായി, കുറച്ചല്ല, ഇപ്പോൾ ഒരു 9 മണിയെല്ലാം സമയമായി. അപ്പോൾ ലേറ്റായി. അപ്പോൾ അത് ആ ചൂടാക്കിയ വെള്ളം തണുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും എന്താ പറയുക, നമ്മൾ ഓലക്കടിയും വിറകെല്ലാം എടുത്തിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്, ബെനയാണ്. അപ്പം നമ്മളെന്താകും, ഗ്യാസിൽ എളുപ്പമായില്ലേ, കുറച്ച് വെള്ളം എടുക്കുക, ഗ്യാസിൽ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തിളച്ച് വരും. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം നമ്മളുടെ കാസർഗോഡിൽ ഒരുപാട് എന്താ പറയുക, നമ്മളിപ്പം ഓലക്കിടി അതൊക്കെ നിങ്ങൾക്ക് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമ്മൾ ഈ ഓലയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഓലക്കടി എന്ന് പറയുന്നത് കേട്ടോ. എന്താ നമുക്ക് അങ്ങനെ വരുള്ളൂ. നമ്മൾ അച്ചടി ഭാഷ എല്ലാവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അച്ചടി ഭാഷയിൽ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അപ്പം നമ്മൾ ഈടില്ലവർ കാണുമ്പോൾ അവർ പറയും, നീ എന്ത് ഭയങ്കര ഭാഷയെല്ലാം പറയാമെന്ന് പറയും കേട്ടോ. പക്ഷേ ശരിക്കും നമ്മളിപ്പം എല്ലാവർക്കും മനസ്സിലാവണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് 2 സ്ലാങ്ങും വരും കേട്ടോ. എനിക്ക് നോർമലായിട്ട് എല്ലാവരും സംസാരിക്കുന്നത് എനിക്ക് എന്ന് വെച്ചാൽ, എൻ്റെ അവിടെ വീട്ടിൽ നമ്മളൊരു മുസ്ലിം ഏരിയയിലാണ് താമസം. സോ എനിക്ക് ആക്ച്വൽ കാസർഗോഡിൻ്റെ ഭാഷയും സംസാരിക്കാൻ അറിയാം. അതല്ലാതെ ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ലേ, എല്ലാവർക്കും മനസ്സിലാകുന്നൊരു മലയാളം, അതും സംസാരിക്കാൻ അറിയാം. ഇതിൻ്റെ 2ൻ്റെ നടുക്കുള്ള സംഭവം സംസാരിക്കാൻ അറിയാം കേട്ടോ. 3 രീതിയിൽ ഞാൻ സംസാരിക്കും. എക്സ്പേർട്ടാണ് ഞാനതിൽ. അപ്പം അത്രേ ഉള്ളൂ. ഇനി കുളിച്ചിട്ട് കുഞ്ഞൂസ് കുളിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ കുഞ്ഞൂസ് കുളിച്ചിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം കേട്ടോ. എന്താ വെച്ചാൽ, നമ്മളിപ്പം വെള്ളം ഗ്യാസിൽ തീമാച്ചിട്ടുണ്ട്. അതിപ്പോൾ എടുത്തിട്ട് കുളിച്ചിട്ട് കുഞ്ഞൂസിന് കോരി കുളിപ്പിച്ചിട്ട് നമുക്ക് ബാക്കി എന്തെന്ന് വെച്ചാൽ വർത്താനം പറയാം കേട്ടോ. ഇതാണ് നമ്മളെ മുസ്ലിം സ്റ്റൈൽ കേട്ടോ. ഓക്കെ, ബൈ. മയക്കമോ? മയക്കമാ? 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 അയ്യോ 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 അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, അയ്യോ. ഹായ്, ഇതാണ് ഇവൻ്റെ ഇഷ്ട വിനോദം കേട്ടോ. എൻ്റെ മുടിയെടുക്കുക, പറിച്ചെടുക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് ചാണയാകുന്നതാണ് ഗൈസ്. ഒരു വിഗിന് ഇപ്പോഴേ ഓർഡർ കൊടുത്താൽ ഇതെല്ലാം പോകുമ്പോഴത്തേക്കും എടുത്ത് ഫിറ്റാക്കി വെക്കാം. ഓയ് ഓയ് ഓയ്, അയ്യോ അയ്യോ, ഇടാ. tapi 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 kote kana tapi 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 kunyimon tapi 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 kote lagala tapi 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 ഹലോ കുട്ടികളെ, അപ്പം നമ്മളെ അല്ലൂസിനെ കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം സമയം 3:15 ആയിട്ടുണ്ട്. 3:30 ആകുമ്പം സ്കൂൾ ബസ് വരും. അപ്പോൾ അടുത്തേക്ക് കൂട്ടാൻ പോവാണ്. ഞാൻ രാവിലെ പറഞ്ഞ ആ ചാറ്റൽ മഴ ഇതുവരെ തോർന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും നല്ല മഴയാണ്, തണുത്ത് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അല്ലൂസിനെ കൂട്ടാൻ പോകുന്ന ഒരു വഴി, ഒരു പാതയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് കുറേ സൈഡിലായിട്ട് 2-3 വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ നടന്ന് തീരെ നടന്ന് പോകുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 3-ാം കടവ് പാലം. 3-ാം കടവ് കൂവാര എന്ന് പറയുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇതങ്ങോട്ട് പോയാൽ കുണ്ടംകുഴി ആ ഭാഗമാണ് വരുന്നത്. മുകളിലോട്ട് പോകുമ്പോഴാണ് പെരിയ ആ റൂട്ട് വരുന്നത്. ഞാൻ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗാണ്. ആരെങ്കിലുമൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഇല്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ബസ് വന്ന് ചവറോപ്പിടിച്ച് പോകുന്നുണ്ട്. ബസ് വന്ന് അപ്പോൾ നമ്മൾ അഞ്ചത്തിനെ കാണാം. കടവടി 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 കട ആരാ വണ്ടി? എൻ്റെ സ്കൂൾ ബസ് വരുന്നുണ്ട്. ഓ, അതാടാ.
അപ്പോൾ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ദേ ഇപ്പം അവസാനിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇവരെ കളി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേട്ടോ ബൈ ബൈ, സീ യു.